ഇനിയുള്ള 21 ദിവസം നിങ്ങൾ ഒരു മങ്ക് മോഡിൽ പ്രവർത്തിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മങ്ക് മോഡ്, ഇത് നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഒരു മങ്ക് മോഡിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മങ്ക് മോഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്നുള്ളത് ഒരു പർപ്പസ്ഫുൾ ഡ്രിവൺ ലൈഫ് നമുക്ക് നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 95% ആളുകളും ഒരു മീനിങ്ലെസ് ലൈഫാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫ് എപ്പോഴാണ് മീനിങ്ലെസ് ആവുക എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മളുടേതായിട്ടുള്ള ഗോളും പർപ്പസും ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ്. നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കുക, പർപ്പസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ എബിലിറ്റീസിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മളുടെ മനസ്സിനെ നമുക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് അവിടെ നൽകും. അതായത് നമ്മളുടെ ലിമിറ്റേഷൻസിന് അപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ എബിലിറ്റീസിനെ വർദ്ധിപ്പിക്കും. നമ്മളുടെ സ്കില്ല്, നമ്മളുടെ ടാലൻറ്റ്, ഇതിനൊക്കെ നമ്മൾ എപ്പോഴും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇതുപോലെ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളുടെ മനസ്സിൻ്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഒന്നും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിൻ്റെ ശക്തി എത്രത്തോളമാണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ള ഒരു മീനിങ്ലെസ് ലൈഫ് ഉപേക്ഷിച്ച് വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാൻ നമ്മൾ മങ്ക് മോഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? നല്ല രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, നല്ല രീതിയിലുള്ള ഫോക്കസ് ഉണ്ടായിരിക്കണം, വിൽ പവർ ഉണ്ടായിരിക്കണം. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മങ്ക് മോഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മങ്ക് മോഡിലൂടെ നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലുള്ള ഗോൾസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു മങ്ക് മോഡ് ലൈഫ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ 21 ദിവസത്തേക്ക് ഫോളോ ചെയ്യാം, 3 മാസത്തേക്ക് ഫോളോ ചെയ്യാം, 6 മാസത്തേക്ക് ഫോളോ ചെയ്യാം, 1 വർഷത്തേക്ക് ഫോളോ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ 21 ദിവസത്തേക്ക് എങ്ങനെയൊരു മങ്ക് മോഡ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. മങ്ക് മോഡ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ബാഡ് ഹാബിറ്റ്സിനെയും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം. മങ്ക് മോഡിൻ്റെ കോർ എന്നുള്ളത് ഈ 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് 30 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. മൂന്നാമതായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഒരു ദിവസം നമ്മൾ എങ്ങനെ മങ്ക് മോഡിലായിരിക്കുമ്പോൾ ചിലവഴിക്കണമെന്ന്. രാവിലെ നേരത്തെ എണീക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോവുക, നല്ല രീതിയിൽ സൺലൈറ്റ് കൊള്ളുക, ഒരു 4-5 മണിക്കൂറൊക്കെ ഡീപ്പ് വർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 30-40 മിനിറ്റ് വരെയൊക്കെ ഒരു ബ്രേക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയാസ്, TV ഇതൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുക. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നല്ലൊരു പുസ്തകം വായിച്ചിട്ട് ഉറങ്ങാൻ പോവുക. ഇങ്ങനെയായിരിക്കണം നമ്മൾ മങ്ക് മോഡിൽ പ്രവർത്തിക്കേണ്ടത്. അതായത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലുള്ള ഗോൾസിന് വേണ്ടിയിട്ടും നമ്മളെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കണം നമ്മളിവിടെ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ എഫിഷ്യൻസി കുറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡിസ്ട്രാക്ഷൻസ് ആണ്. മങ്ക് മോഡിലായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നമുക്ക് അവോയ്ഡ് ചെയ്യാനും നമ്മളുടെ മനസ്സിനെ നല്ല രീതിയിൽ ഏകാഗ്രമാക്കി മാറ്റാനും സാധിക്കും. ഇനി മൊബൈൽ ഫോണ്, TV ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി 1 മണിക്കൂർ മാത്രം അതൊക്കെ യൂസ് ചെയ്യുക. ഈ ഒരു മങ്ക് മോഡ് എന്നുള്ള ഈ ഒരു ലൈഫ് സ്റ്റൈല് നമ്മുടെ ഈ ലോകത്തിലുള്ള ഒരുപാട് അത്ലറ്റ്സ്, വലിയ കമ്പനികളുടെ CEOs ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. ഈ ഒരു മങ്ക് മോഡിലൂടെ നമുക്ക് സാധ്യമാകുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തുടക്കത്തിലൊക്കെ ഒരു മങ്ക് മോഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കിത് ഒരുപാട് ബോറിംഗ് ആയിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു സെൽഫ് അപ്രിസിയേഷൻ മെത്തേഡ് അവിടെ ഉപയോഗിക്കുക. അതായത് നമ്മൾ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ നമ്മളെ സ്വയം അപ്രിഷിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിനെ വളരെ ഫോഴ്സ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം വളരെ ഫോക്കസ്ഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിന് ഈ ഒരു സെൽഫ് അപ്രിസിയേഷൻ മെത്തേഡ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത 21 ദിവസത്തേക്ക് ഈ ഒരു മങ്ക് മോഡ് ചാലഞ്ച് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. തുടക്കത്തിൽ ഇത് നമുക്ക് ഒരുപാട് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് ദ പ്രോസസ്, കീപ് മൂവിങ്, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.